താൻ ഫേസ്ബുക്കിലിട്ട ചിത്രങ്ങൾ കണ്ടിട്ടേ ഈ കോളേജിന്റെ പ്രിൻസിപ്പളെ എനിക്ക് ലജ്ജ തോന്നുക. സാർ അതൊന്നും ചെയ്ത് ഞാനല്ല, എൻ്റെ പേരിൽ മറ്റാരോ ക്രിയേറ്റ് ചെയ്താ. ആ കൂടുതലൊന്നും പറയണ്ട, താൻ ടി സി വാങ്ങി പോയിക്കോ. സാർ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്കൊരു അപേക്ഷയുണ്ട്. ഈ കോളേജിൽ ഞാൻ പുറത്തു പോയാലും എനിക്ക് എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം. സാർ എൻ്റെ കോൺടാക്ട് സർട്ടിഫിക്കറ്റിൽ ബാഡ് എന്ന് എഴുതരുത്. അങ്ങനെ എഴുതിയാൽ എനിക്ക് മറ്റൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടില്ല. സാർ സർട്ടിഫിക്കറ്റിൽ ഗുഡ് എന്ന് എഴുതണം. ആ ഞാൻ എഴുതിക്കോളാം. താൻ എവിടെ പോയി പഠിച്ചാലും കൊള്ളാം. അടുത്ത വർഷം ഈ കോളേജിൽ തന്നെ പഠിച്ചാലും കൊള്ളാം. ഈ വർഷം ഈ കോളേജ് തുടരാൻ ഞാൻ സമ്മതിക്കില്ല. താങ്ക് യു സാർ. ഇതാ നിന്റെ കോൺട്രാക്ട് സർട്ടിഫിക്കറ്റ്. ടി സി ഞാൻ ശരിയാക്കി വെച്ചോളാം. ഇനി ടി സി വേണ്ട സാറേ. വേണ്ടേ? എന്താ? ഈ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ ഞാനിതിന് പുറത്തു പോകണം. ഇതെൻ്റെ കയ്യിലുള്ളിടത്തോളം കാലം എനിക്കിവിടെ പഠിക്കാം. എന്നെ ആർക്കും പുറത്താക്കാൻ പറ്റില്ല. എടോ, എനിക്ക് തന്നോടുള്ള സ്നേഹം മുതലെടുക്കണല്ലേ? ഒരിക്കലും ഇല്ല സാർ. എടോ, തന്നെ മാനേജ്മെന്റ് ഇവിടുന്ന് പുറത്താക്കാൻ തീരുമാനിച്ചതാ. പുറത്താക്കാൻ സാധിച്ചില്ല അവരുടെ മുന്നിൽ ഞാൻ തെറ്റുകാരനാവും. പുറത്തു പോയാൽ ഞാനും തെറ്റുകാരനാവില്ലേ സാർ? സാർ ഒരു കാര്യം ചെയ്യും, ഇതെല്ലാം പോലീസിനെ അറിയിക്കേ. അവർ തെളിയിക്കട്ടെ സത്യം എന്താണെന്ന്. ഇനി ഇതൊക്കെ വളരെ എളുപ്പമാണ് സാറേ. ഞാനും സാറും തെറ്റുകാരില്ലെന്ന് അവർ തെളിയിക്കും. ഇനി സാർ അറിയിച്ചില്ലെങ്കിലേ ഞാൻ അറിയിക്കും. കാരണം എൻ്റെ നിരപരാധിത്വം എനിക്ക് തെളിയിച്ചേ പറ്റും. പോട്ടെ സാറേ.